ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിക്കണം. നമ്മളിപ്പോൾ ഒരു ട്രെയിൻ യാത്രയിലാണ്, നമ്മൾ ആകെ ഹിന്ദി പഠിക്കുന്നത് ഹിന്ദിക്കാരൊപ്പം ജീവിക്കുവാനോ ഹിന്ദിക്കാരോട് സംസാരിക്കാനോ ആണല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ട്രെയിൻ യാത്ര. ട്രെയിനിൽ സാധാരണഗതിയിൽ 80% ആരായിരിക്കും? ഹിന്ദിക്കാരായിരിക്കും. അവർ ഹിന്ദിയിലാണ് സംസാരിക്കുക, ഇംഗ്ലീഷും പറയും, പക്ഷേ ഹിന്ദി നമുക്ക് ഏറ്റവും പോസിബിളായിട്ട് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു യാത്രയാണ് നേരത്തെ പല അവസരങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് ഡീപ്പായിട്ട് പോയാലോ. അതുകൊണ്ട് അങ്ങനത്തെ ഏതാനും ചില വീഡിയോസുകളെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ അതുപോലെ നിങ്ങൾക്കും ഹിന്ദിക്കാരോടായ TTR സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. ആദ്യമായി ഈ TTRോട് സംസാരിക്കുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സാർ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സാർ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ്. ആ ചോദ്യം എങ്ങനെയാണ് TTRോട് നമ്മൾ ഹിന്ദി അദ്ദേഹം എങ്ങനെ ചോദിക്കുക? ഭായ് സാബ് അല്ലെങ്കിൽ ജനാബ്, ആപ് കഹാ ജാ രഹേ ഹേ, ആപ് കഹാ ജാ രഹേ ഹേ. അതാണ് ഒരു പൂർണ്ണ രീതി. നിങ്ങൾക്കറിയാലോ, മലയാളമാണെങ്കിൽ പോലും എങ്ങോട്ടാ അതല്ലേ ചോദിക്കുള്ളൂ. താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നത് പൂർണ്ണമായും പറയില്ല. അപ്പോൾ ആപ് കഹാ ജാ രഹേ ഹേ എന്താ പറയുക? ആപ് കഹാ ജാ രഹേ ഹേ, താങ്കൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞു. അതിന് നമ്മൾ അപ്പോൾ ആപ് കഹാ, കിദർ, കഹാ, കിദർ എന്നും കഹാ എന്നും എവിടെ എന്നതിന് ഉപയോഗിക്കാറുണ്ട്. അവിടെ ആപ്പ് ചേർത്തുകൊണ്ടാണ് മാന്യന്മാർ സംസാരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോവാണ്. ദില്ലി, ഡൽഹിക്ക് ഹിന്ദിയിൽ ദില്ലി എന്നാണ് പറയുക. നിങ്ങൾക്കറിയാം, ഹിന്ദിയുടെ ഓരോ രാജ്യത്തിൻ്റെ പേരുകൾ പോലും ആ ഒരു സ്റ്റൈലിൽ പോകണം. ഇംഗ്ലീഷ് എന്ന് പറയില്ല, അംഗ്രേസി എന്നാണ് പറയുക, അംഗ്രേസി എന്നാണ് പറയുക. അങ്ങനെ ഏതിനെയും അവരുടെ ഫിൽറ്ററിങ്ങിലൂടെ പറയുന്ന ഒരു രീതിയാണ് ഹിന്ദി ഉറുദു ഭാഷകൾക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഞാൻ ഡൽഹി പോവാണ്, मैं ദില്ലി ജാ രഹാ ഹൂം. അപ്പം അദ്ദേഹം ചോദിച്ചത് ആപ് കഹാ ജാ രഹേ ഹേ എന്നാണ്. അത്രയൊന്നും ക്ലിയറായി പറയില്ല എങ്കിലും അതാണ് ഇതിൻ്റെ കറക്റ്റ്. നമ്മൾ പറയുന്നു ദില്ലി പോവുകയാണ്, മേ ദില്ലി ജാ രഹാ ഹേ എന്നല്ല, മേ ദില്ലി ജാ രഹാ ഹൂം. ഇനി നമ്മൾ കൂടെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലോ ഹം ദില്ലി ജാ രഹേ ഹേ അങ്ങനെ പറയാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത് അവർ TTR പേടിക്കണ്ട, നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിക്കുകയാണ് കാഞ്ചാരേ, കാഞ്ചാരേ അത്രേ ഉണ്ടാവുള്ളൂ. ദില്ലി ജാരേ അതേ പറയുള്ളൂ. ജാ രഹാ ഹേ എന്നതിൻ്റെ കൊളോക്കിയൽ സ്റ്റൈല് ജാരേ എന്നാണ്. ജാരേ, ഹം ദില്ലി ജാരേ, മേ ദില്ലി ജാരേ. അവിടെ അവസാനം എന്താക്കേണ്ടതില്ല, യാതൊരു വ്യത്യാസവും വരുത്തേണ്ടതില്ല. അങ്ങനെ ഒരു ജാരേ എന്ന് പറയുമ്പോൾ പിന്നെ അദ്ദേഹം നിങ്ങളോട് ചോദിക്കുക, ടിക്കറ്റ് ഒന്ന് എടുക്കൂ അല്ലെ കാണിക്കൂ. കാണിക്കൂ എന്നാണ്. അപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഓരോരുത്തരുടെയും ടിക്കറ്റ് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് വിശദമായി നമുക്ക് എന്താക്കാം, അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ഓക്കെ, ധന്യവാദം.